പക്ഷേ ബൽറാമിനോട് ആളുകൾക്ക് ഒരുപാട് വിയോജിപ്പുണ്ട്. അത് ബൽറാം സ്വീകരിക്കുന്ന ചില സമീപനങ്ങൾ വൺ സൈഡറാണ്. നമ്മൾ വർഗീയതയ്ക്കെതിരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വർഗീയത, ക്രിസ്ത്യൻ വർഗീയതയാണെങ്കിലും ഹിന്ദു വർഗീയതയാണെങ്കിലും മുസ്ലിം വർഗീയതയാണെങ്കിലും ഒക്കെ എതിർക്കപ്പെടേണ്ടത്. പാലാരിവട്ടം പാലം ഒക്കെ വീണോടുകൂടി ആ പാലത്തിൻ്റെ കൂടെ വി കെ ഇബ്രാഹിം കുഞ്ഞും അങ്ങ് വീണു. ഒന്നിനും കൊള്ളാത്തൊരു മന്ത്രി എന്താ ചെയ്യുന്നത് പറയുന്നത് മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബി ഈഡന് ഒരു ഹിസ്റ്റോറിക്കൽ ലീഡ് കൊടുത്തിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നും തന്നെയാണ് കളമശ്ശേരി. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന രണ്ട് മണ്ഡലങ്ങൾ തൃത്താലയും അതുപോലെ തന്നെ കളമശ്ശേരിയാണ്. ആദ്യം നമ്മൾ തൃത്താലയിലേക്ക് വരുമ്പോൾ എം പി രാജേഷ്, മന്ത്രി കൂടിയായ എം പി രാജേഷാണ് മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. അടുത്ത ഒരു 2026 എങ്ങനെയായിരിക്കും ആ മണ്ഡലത്തിലെ ഒരു സാഹചര്യം? ആ മണ്ഡലത്തിലെ സാഹചര്യം ഏറെക്കുറെ നമുക്ക് പ്രവചിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് കൃത്യമായിട്ട്. കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയ മന്ത്രി എം പി രാജേഷും അതേപോലെ തന്നെ കോൺഗ്രസിന് വേണ്ടിയിട്ട് വി ടി ബലറാമൻ തന്നെ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങും. ബി ജെ പിക്ക് വേണ്ടിയിട്ട് ആര് വരും എന്നുള്ള കാര്യം നമുക്ക് അവ്യക്തമാണ്. ഇപ്പോൾ പറയാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞ തവണ നിന്ന ശങ്കുട്ടി ദാസിനെ അവിടെ നിർത്താൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തെ ഷൊർണൂർ മണ്ഡലത്തിലേക്കായിരിക്കും. കഴിഞ്ഞ തവണ സന്ദീപ് വാര്യരാണ് ഷൊർണൂർ മത്സരിച്ചത്. ഷൊർണൂർ അവർ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലം. രണ്ടാം സ്ഥാനത്തേക്കൊക്കെ ഈസി ആയിട്ട് കടന്നു വരാൻ പറ്റുന്നൊരു ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട്. ശങ്കുട്ടി ദാസ് വളരെ നല്ല കഴിവുള്ള നേതാവാണ്. മൂന്നുപേരും മോശമൊന്നുമില്ല. പക്ഷേ ബൽറാമിനോട് ആളുകൾക്ക് ഒരുപാട് വിയോജിപ്പുണ്ട്. അത് ബൽറാം സ്വീകരിക്കുന്ന ചില സമീപനങ്ങൾ വൺ സൈഡറാണ്. നമ്മൾ വർഗീയതയ്ക്കെതിരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ വർഗീയത, ക്രിസ്ത്യൻ വർഗീയതയാണെങ്കിലും ഹിന്ദു വർഗീയതയാണെങ്കിലും മുസ്ലിം വർഗീയതയാണെങ്കിലും ഒക്കെ എതിർക്കപ്പെടേണ്ടതായി. ഏത് തീവ്രവാദ മനോഭാവമുള്ള ആളുകളെയും നമ്മൾ മാറ്റി നിർത്തേണ്ടതാണ്. പക്ഷേ ഇവിടെയൊക്കെ ഏകപക്ഷീയമായിട്ടാണ് ഒരു വർഗീയത നല്ലതും മറ്റേ വർഗീയത ചീത്ത എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് എങ്ങനെ എത്തുന്നത്? അത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം വെച്ചിട്ട് കളിച്ചതാണ്. എം സ്വരാജിനും ആ ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് രണ്ടും എന്താ പറയുക, ലക്ഷ്യസ്ഥാനത്തെത്താത്ത ആയുധങ്ങളാണ്. അല്ല, കാരണം നമ്മൾ വർഗീയതയ്ക്കെതിരെ എന്ന് പറഞ്ഞാൽ വർഗീയതയ്ക്കെതിരെ ഒരു വർഗീയത നല്ലതും ഒരു വർഗീയത ചീത്തയാവുന്നൊരു വിചിത്രമായ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റാത്ത. അതുകൊണ്ട് വീട്ടിലെല്ലാം വീണ്ടും ഒരു രാഷ്ട്രീയ ആത്മഹത്യയിലേക്ക് പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പം ആ മണ്ഡലം ആനക്കര, ചാലിശ്ശേരി, കപ്പൂര്, നാഗലശ്ശേരി, പരുതൂർ, പട്ടിത്തറ, തിരുമിറ്റക്കോട്, തൃത്താല ഇത്രയും പഞ്ചായത്തുകൾ ചേർന്നതാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ അവിടെ CPM വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ വരാൻ പോകുന്ന ഡിസംബറിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായിരിക്കും എന്നത് പ്രവചിക്കുക അസാധ്യമാണ്. അവിടെ 1967 മണ്ഡലം രൂപീകൃതമാകുന്നത്. ആദ്യമായിട്ട് CPM-ന്റെ E.T. കുഞ്ഞനാണ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നത്. പിന്നെ വെള്ളയീശ്വരനെ പോലെ പ്രഗത്ഭനായ നേതാവ്, അന്നൊക്കെ സംഭരണ മണ്ഡലമാണ്. വെള്ളയീശ്വരൻ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു കോൺഗ്രസിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നീട് K. ശങ്കരനാരായണൻ പിന്നെ മത്സരിച്ച് വിജയിക്കുന്നു. MP താമി, അതൊക്കെ കോൺഗ്രസിൻ്റെയാണ്. K. ബാലകൃഷ്ണൻ, പിന്നെ വീണ്ടും MP താമി വരുന്നു. അവരെല്ലാം കോൺഗ്രസിൻ്റെ. K. ബാലകൃഷ്ണൻ നമുക്കറിയാലോ, പിന്നെ വളരെ പ്രഗത്ഭനായ നേതാവാണ്. K. ബാലകൃഷ്ണൻ എനിക്ക് തോന്നുന്ന അവസാനം പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിന് അവസാനം വരുന്നത് KR നാരായണൻ ഉപരാഷ്ട്രപതിയായിപ്പോയപ്പോൾ അദ്ദേഹം ഒറ്റപ്പാലം ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു അന്ന്. ഇപ്പോൾ അത് ആലത്തൂർ ലോക്സഭാ മണ്ഡലമായിട്ട് മാറിയത്. CPM ചെറുപ്പക്കാരനായിട്ടുള്ള S. ശിവരാമനെ കൊണ്ട് നിർത്തിയപ്പം K. ബാലകൃഷ്ണനെ പോലെയുള്ള പ്രഗത്ഭനായ നേതാവിനെ കോൺഗ്രസ് അവിടെ പ്ലേസ് ചെയ്തു. പക്ഷേ K. ബാലകൃഷ്ണൻ 1,32,000 വോട്ടിന് പരാജയപ്പെട്ടു. അന്ന് PDP-യുടെ പിന്തുണ S. ശിവരാമനായിരുന്നു. പിന്നീട് അവിടെ പിന്നെ വരുന്നത് 1991 അത് CPM തിരിച്ചു പിടിക്കുകയാണ് ഈ ശങ്കരനിലൂടെ. പിന്നെ 96-ലും 2001-ലും VK ചന്ദ്രൻ വരുന്നു. 2006-ൽ TP കുഞ്ഞുണ്ണി വരുന്നു. പിന്നെ 2008-ലെ ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം മണ്ഡല പുനർനിർണ്ണയം നടക്കുകയും പിന്നെ അത് സംവരണ മണ്ഡലം എന്നത് എടുത്തു കളയുകയും ചെയ്തു. ജനറൽ സീറ്റായിട്ട് മാറി. അപ്പോഴാണ് 2011-ലെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിന്ന് പിന്നെ വി ടി ബലറാം വരുന്നു. യുവ നേതാവ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. രാഹുൽ ബ്രിഗേഡിൻ്റെ ഭാഗമായിട്ട് വന്നാണ് വി ടി ബലറാം വരുന്നു, വിജയിക്കുന്നു. 2016-ൽ അദ്ദേഹം വിജയം ആവർത്തിക്കുന്നു. 2011-ലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരെ CPM നിർത്തിയ സ്ഥാനാർത്ഥി ഇപ്പം നമ്മുടെ ഷൊർണൂർ MLA ആയിട്ടുള്ള മമ്മിക്കുട്ടി സഖാവൻ, CIT നേതാവാണ്. പിന്നെ വളരെ നല്ല കഴിവുള്ള നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ ഷൊർണൂരിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു. പക്ഷേ ഈ ബലറാമിൻ്റെ ഈ കാട്ടിക്കൂട്ടലുകളും കോപ്രായങ്ങളും, പിന്നെ പുള്ളി ജനങ്ങൾക്കിടയിലല്ല, ഫേസ്ബുക്കിലാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വന്ന് ആളുകൾക്കെതിരെ അഭിപ്രായം ഉണ്ടായിരുന്നു. 2016-ലെ തെരഞ്ഞെടുപ്പിൽ അവിടെ VT രമ 14,510 വോട്ട് പിടിച്ചു 2016-ല് BJP-യുടെ. എന്നാൽ 2021-ൽ ശങ്കുട്ടി ദാസിനെ പോലെയുള്ള ഒരു സന്ദീപ് വാചസ്പതിയുടെയൊക്കെ അതേ ക്വാളിറ്റിയുള്ള ഒരാളാണ് ശങ്കുട്ടി ദാസ്. ചാനൽ ചർച്ചകളിലൊക്കെ വളരെ കൃത്യമായി രാഷ്ട്രീയം പറയാൻ അറിയുന്ന BJP-യുടെ യുവ നേതാവായിട്ടുള്ള ശങ്കുട്ടി ദാസിനെ അവിടെ നിർത്തിയിട്ട് പോലും 2016 കിട്ടിയിരുന്ന 12,000 വോട്ട് കുറഞ്ഞു പോയി. ആ 2,000 വോട്ട് പോയത് MP രാജേഷിലേക്കാണ്. അത് MP രാജേഷിനോടോ CPM-നോടോ താല്പര്യം ഉണ്ടായിട്ടല്ല. MP രാജേഷ് എന്ന് പറഞ്ഞാൽ വളരെ മതരഹിതമായ ഒരു ജീവിതം ജീവിക്കുകയും അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ പരിചയപ്പെട്ട പഴയ KSTA സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന റഷീദ് കണിച്ചേരി മാഷിൻ്റെ മകൾ നിനിത കണിച്ചേരി, നിനിത SFI ലീഡർഷിപ്പിലുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പിന്നെ ചെയർപേഴ്സൺ ആയിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ. നിനിത കണിച്ചേരിയുടെ സഹോദരൻ നിതിൻ കണിച്ചേരിയും CPM-ൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോൾ ഉണ്ടെന്നാണ്, ഏരിയ സെക്രട്ടറി ജില്ലാ കമ്മിറ്റിയിലുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. SFI രംഗത്തുണ്ടായിരുന്ന സംഘടനാ രംഗത്ത് നിന്ന് കണ്ട്
അവർ പിന്നെ ഒരാൾ ഹൈന്ദവ സമുദായത്തിൽ ജനിച്ചു, ഒരാൾ പിന്നെ മുസ്ലിം സമുദായത്തിൽ ജനിച്ചു. പക്ഷെ വളരെ മാതൃകാപരമായി മതരഹിതമായി വിവാഹം നടത്തി ജീവിക്കുന്ന ആളുകളാണ്. എം പി രാജേഷിൻ്റെ വേറെ കുറേ സംഘടനാപരമായിട്ടുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. ഈ പി കെ ശശി മുഹമ്മദ് റിയാസുമായിട്ട് എന്തൊക്കെയോ അത് ഉണ്ട്. അത് പിന്നെ അതിനകത്ത് ഞാൻ രാജേഷിൻ്റെ സ്റ്റൈൽ കറക്റ്റാണെന്ന് വിശ്വസിക്കുന്നതാണ്. എക്സൈസ് വകുപ്പിനകത്തേയും കൂടെ ഇവൻ കൈകടത്താൻ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഇവൻ സൂപ്പർ മുഖ്യമന്ത്രി ചമയം പോയിട്ട് റിയാസ്. എം പി രാജേഷ് വളരെ മാന്യനാണ്. പക്ഷേ ഉൾപാർട്ടിക്കകത്ത് പല ഫോക്കസുകളെയും പല പരിപാടികളും ഒക്കെ നടത്തിയിട്ടുണ്ട്. പലരും കയ്യിലെ ടൂളായിട്ടൊക്കെ ഉണ്ട്. എൻ കൃഷ്ണദാസിനെ ആദ്യം ഒതുക്കുന്നതിനകത്തും രാജേഷിൻ്റെ ഒക്കെ പങ്കുണ്ട്. പി കെ ശശി അവിടെ പഴയ ഷൊർണൂർ MLA, അദ്ദേഹം ഒരു പിന്നെ 2021 വീണ്ടും മത്സരിച്ച് വിജയിച്ചാൽ അദ്ദേഹം കേരളത്തിലെ മന്ത്രിയായിട്ടൊക്കെ വരുന്നതിനെ ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള കളികൾ കളിച്ചു. 2021 അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുക, അദ്ദേഹത്തിന് സംഘടനാപരമായി മൂലയ്ക്കിരുത്തുന്നതിലും ഒക്കെ രാജേഷിനൊക്കെ പങ്കിട്ടു. അതൊക്കെ അത് വേറെ കാര്യം. അത് പൊതുജനത്തിൻ്റെ മുമ്പിൽ വിഷയമല്ല. ഞാൻ പറഞ്ഞത് BT ബലറാമിൻ്റെ നിലപാടുകളോട് എതിർപ്പുള്ള വലിയൊരു വിഭാഗം ആളുകളുണ്ട്. ആ എതിർപ്പുള്ള ആളുകൾ, പ്രത്യേകിച്ചും അമുസ്ലിം വോട്ടുകൾ ഒന്നായിട്ട് എം പി രാജേഷിന് മറിച്ചു കൊടുക്കും. BJPയുടെ അവരെത്ര പറഞ്ഞാലും അവരാരെ കൊണ്ട് നിർത്തിയാലും ശരി, കാരണം വോട്ട് സ്പ്ലിറ്റായി പോയി കഴിഞ്ഞാൽ ബലറാം ജയിക്കും എന്നുള്ളതുകൊണ്ട് ബലറാമിനെതിരെ വോട്ട് ചെയ്യുന്ന സ്ഥിതിയുണ്ടാവും. അപ്പോൾ ബലറാമും ഇദ്ദേഹം തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP നന്നായിട്ട് വോട്ട് പിടിച്ചു. ഈ 12,000 എന്നുള്ളത് 26,000 ആക്കി മാറ്റി. നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. നിവേദിത സുബ്രഹ്മണ്യൻ നിന്നിട്ട് അവരുടെ സ്റ്റേറ്റ് പ്രസിഡന്റാണെന്ന് തോന്നുന്നു മഹിളാ മോർച്ചയുടെ. അതായത് കേവലം 3 വർഷം കൊണ്ട് 12,000 26,000 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ടിയിലധികമാണ്. അപ്പം അത്ര വലിയ അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം അവിടെ നിവേദിത തന്നെ വീണ്ടും വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ വോട്ട് സ്പ്ലിറ്റ് ആവും. ചിലപ്പം BT ബലറാം രക്ഷപ്പെട്ടു പോകും. അതല്ല, അവർ പേരിന് വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥി അവിടെ നിർത്താനാണ് സാധ്യത കൂടുതലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം BT ബലറാമിനെ നിയമസഭ കാണിക്കരുത് എന്നുള്ളത് BJPക്ക് ടാർഗറ്റ് ഉണ്ടാവും തീർച്ചയായിട്ടും. അത് സന്ദീപ് വാര്യർ നിൽക്കുന്ന സ്ഥലത്തും അവരങ്ങനെയുള്ള ചില കളികൾ കളിക്കും. പക്ഷേ സന്ദീപ് വാര്യർ അതുകൊണ്ട് ഷൊർണൂരൊന്നും ഇനി നിൽക്കില്ല, പാലക്കാട് ജില്ലയിൽ നിൽക്കില്ല, കാരണം സംഘത്തിന് വോട്ട് നന്നായിട്ടുള്ളതാണ്. എന്നാൽ അങ്ങനെ വരാത്ത ഒരു സ്ഥലമാണ് തൃശ്ശൂർ. തൃശ്ശൂരോ വല്ലോ ആയിരിക്കും അദ്ദേഹം നിൽക്കുക, അല്ലെങ്കിൽ തവനൂരോ വല്ലോ ആയിരിക്കും. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് തവനൂരോ വല്ലോ ആയിരിക്കും നിൽക്കുക. ലീഗിന് താല്പര്യമുള്ള ആളെന്നുള്ളത് കാരണം ലീഗുകാർ വോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അവിടെ പിന്നെ നിവേദിത സുബ്രഹ്മണ്യൻ 26,000 വോട്ട് പിടിച്ചപ്പം പിന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KS ഹംസയ്ക്ക് 50,000 വോട്ടാണ് കിട്ടുന്നത്. പക്ഷേ അബ്ദുൾ സമദ് സമദാനിക്ക് 59,000 വോട്ട് കിട്ടി. 3,000-അടുത്ത് വോട്ടുകൾക്ക് എം പി രാജേഷ് 2021 മത്സരിച്ച മണ്ഡലത്തിൽ 9,000 വോട്ട് UDF സ്ഥാനാർത്ഥിക്ക് ലീഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു കുഴഞ്ഞു പറഞ്ഞൊരു മണ്ഡലമാണ്. പക്ഷേ സ്ഥാനാർത്ഥികൾ ഇവർ രണ്ടുപേരായിരിക്കും വരിക എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. BJPയുടെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ശങ്കുട്ടിദാസിനെ ഷൊർണൂരിലേക്ക് മാറ്റാനാണ് സാധ്യത. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു മത്സരം നടക്കും. BJP സ്ഥാനാർത്ഥി ആരാണ്, പിന്നെ ഇപ്പം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ കാണിച്ച പോലെ വഴിയെ പോകുന്ന ആരെങ്കിലും പിടിച്ചിടുകയാണെന്ന് പറഞ്ഞാൽ എം പി രാജേഷ് ജയിക്കും. അതല്ല, നല്ല ഫൈറ്ററെ അവിടെ കൊടുത്തിട്ട് നല്ലൊരു കാൻഡിഡേറ്റിനെ അവിടെ കൊണ്ടുവന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ വോട്ട് മറിച്ചിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ BT ബലറാമിന് രക്ഷപ്പെട്ടു പോകാം. അപ്പോൾ ഇതാണ് ആ ഒരു മണ്ഡലത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. ഇനി കളമശ്ശേരിയിലേക്ക് വരികയാണെങ്കിൽ മന്ത്രി കൂടിയായ P രാജീവാണ് അവിടെ MLA ആയിട്ടുള്ളത്. അപ്പൊ ഇനി അടുത്തൊരു തവണ കൂടി P രാജീവ് നിലനിർത്തുമോ? എങ്ങനെയാണ് ആ ഒരു മണ്ഡലത്തിന്റെ സാഹചര്യം? കളമശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ കാലങ്ങളായിട്ട് മുസ്ലിം ലീഗിന്റെ മണ്ഡലമായിരുന്നു. മുസ്ലിം ലീഗാണ് അവിടെ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ, അതായത് VK ഇബ്രാഹിം കുഞ്ഞ് പലതവണ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ്. അതായത് കളമശ്ശേരി മുനിസിപ്പാലിറ്റി, ഏലൂർ മുനിസിപ്പാലിറ്റി, ആലങ്ങാട്, കടുങ്ങല്ലൂർ, കരുമല്ലൂർ, കുന്നുകര, ഇത്രയും പഞ്ചായത്തുകളും കൂടെ ചേർന്നതാണ് അവിടുത്തെ ആ മണ്ഡലത്തിൻ്റെ ഘടന എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിനകത്ത് അവിടെ തുടർച്ചയായിട്ട് മത്സരിച്ച് വിജയിച്ചുകൊണ്ടിരുന്ന ആളാണ് VK ഇബ്രാഹിം കുഞ്ഞ്. പക്ഷേ VK ഇബ്രാഹിം കുഞ്ഞിന് അവിടെ പറ്റിയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലാരിവട്ടം പാലം ഒക്കെ വീണോടുകൂടി ആ പാലത്തിൻ്റെ കൂടെ VK ഇബ്രാഹിം കുഞ്ഞും അങ്ങ് വീണു. കാരണം മന്ത്രിയായിരുന്നപ്പോൾ അത്യാവശ്യം തരികടകളും പൈസ ഉണ്ടാക്കലും ഒക്കെ വ്യക്തിപരമായിട്ടും പാർട്ടിക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ പിന്നെ വലങ്കയ്യുമായിരുന്നു, റൈറ്റ് ഹാൻഡ് ആയിരുന്നു. അങ്ങനെയാണ് മറ്റ് പലരെയും വെട്ടിയിട്ട് പിന്നെ VK ഇബ്രാഹിം കുഞ്ഞിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് കുഞ്ഞാലിക്കുട്ടിയുടെ താല്പര്യമായിരുന്നു. കുഞ്ഞാലിക്കുട്ടി പണ്ട് മന്ത്രിസഭയിൽ നിന്ന് ഐസ്ക്രീം കേസുമായിട്ട് ബന്ധപ്പെട്ട് രാജിവെച്ചപ്പോഴും VK ഇബ്രാഹിം കുഞ്ഞിനെയാണ് പ്ലേസ് ചെയ്തത്. അത് അദ്ദേഹത്തിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ടാണ് അവതരിപ്പിക്കാറുള്ളത്. അതിനകത്ത് സാമ്പത്തിക താല്പര്യങ്ങളും കൂട്ടുകച്ചവടങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ VK ഇബ്രാഹിം കുഞ്ഞ് 12,000-ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് 2016 അവിടെ നിന്ന് CPMൻ്റെ AM യൂസഫിനെ പരാജയപ്പെടുത്തുന്നത്. എന്നാൽ 2021 ഇബ്രാഹിം കുഞ്ഞ് നിന്നാൽ ഒരു കാര്യമില്ല എന്നറിയാം. BJP അത്ര വലിയ ഘടകമൊന്നുമല്ല. BJPക്ക് കഴിഞ്ഞ തവണ രാജീവ് മത്സരിച്ചപ്പോൾ രാജീവ് ഇവരെ ത്രെട്ട് ചെയ്തു ഇബ്രാഹിം കുഞ്ഞിനെ. അങ്ങനെയാണ് പിന്നീട് പ്രചാരണ രംഗത്ത് നിന്ന് ഇബ്രാഹിം കുഞ്ഞിനെ മകനെയാണ് മുസ്ലിം ലീഗ് കൊണ്ടേ നിർത്തി. അപ്പം ആലോചിക്കണം, അപ്പം കട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ അത് ബാധിക്കുമല്ലോ. കാരണം ഓരോ വാപ്പ പിന്നെ മറ്റേ ആളല്ലേ എന്നുള്ള കളനല്ലേ എന്നുള്ളത് പറയില്ലേ. അപ്പോൾ ആ ബോധം കാണിക്കാതെ ഇയാളെ മകനെ തന്നെ കൊണ്ടു നിർത്തി. ഇത്തവണ സീറ്റ് വെച്ച് മാറാൻ സാധ്യതയുണ്ട്. ഈ വെച്ച് മാറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചി നിയമസഭാ മണ്ഡലം കാലങ്ങളായിട്ട് കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലം, അവിടെ ചില പോക്കറ്റുകൾ മുസ്ലിം വോട്ട് ബാങ്ക് പ്രസക്തമാണ്. മുസ്ലിം ലീഗിന് ആ സീറ്റ് നൽകിക്കൊണ്ട്
ഈ സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന സ്ഥിതിയിലേക്ക് എത്തും. അങ്ങനെ വന്നാൽ അവിടെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് DCC പ്രസിഡൻ്റായിട്ടുള്ള ഷിയാസ് മത്സരിക്കും. ഷിയാസിനോട് എനിക്ക് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പല കാര്യങ്ങളിലും എതിർപ്പുണ്ട്. അതൊക്കെ അവിടെ നിലനിൽക്കെ തന്നെ ഞാൻ പറയുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച DCC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒന്ന് VS ജോയിയാണ് മലപ്പുറത്തെ. അത് കഴിഞ്ഞാൽ മുഹമ്മദ് ഷിയാസാണ്. കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ ശക്തമായ അടിത്തറയുള്ള സ്ഥലം, ലോക്സഭയിലോട്ട് പോയ വോട്ടിംഗ് പാറ്റേൺ ഒന്നും നോക്കണ്ട, അതെല്ലായിടത്തും ഉണ്ടായിരുന്നു, തരംഗമായിരുന്നു. പക്ഷേ അല്ലാതെ അവർക്ക് സംഘടനാ സംവിധാനം കാര്യക്ഷമമായിട്ടുള്ള, അവർക്ക് ഏറ്റവും കൂടുതൽ നിയമസഭാംഗങ്ങളുള്ള ഒരു ജില്ലയാണ് എറണാകുളം ജില്ല. എറണാകുളം ജില്ലയുടെ DCC പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സുകാർ പൊതുവെ ഒന്ന് അമർത്തി ഒന്ന് ചവിട്ടി കഴിഞ്ഞാൽ ഓടുന്നവരാ. ഷിയാസ് അങ്ങനെയല്ല. ഷിയാസ് അവരെ DCC ഓഫീസിന് നേരെ അക്രമം ഉണ്ടായി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പര അക്രമങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടും DCC ഓഫീസിന് മുമ്പിലേക്ക് CPM-ന്റെ പ്രതിഷേധ പ്രകടനം വന്നപ്പോൾ ഒരു കസേര എടുത്തിട്ട് കാരണം കല്ലേറൊക്കെ ഉണ്ടാവുന്നതാണ് പോലീസ് കുറേ മാറ്റാൻ നോക്കി. ഒരു കസേര എടുത്തിട്ട് DCC ഓഫീസിന് മുമ്പിൽ കസേര ഇട്ടിട്ട് നെളിഞ്ഞു നിന്നതാണ്. ഇയാളെ തെറി വിളിച്ചുകൊണ്ടൊക്കെ മുദ്രാവാക്യം പോകുന്നുണ്ട്, മൈൻഡ് ചെയ്യാതിരുന്നു. ധൈര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കയറി അടിക്കണമെന്നുള്ള മട്ടിൽ അതിന് ചങ്കൂറ്റമുണ്ട് ഷിയാസിന്. ആ ചങ്കൂറ്റം കുറച്ച് കൂടി ഗുണ്ടായുസത്തിലേക്ക് പോകാതിരുന്ന ശ്രദ്ധിച്ചാൽ നല്ലത്. ഒക്കെ പിന്നെ ചെറിയ പ്രായത്തിലൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരിക്കും, അത് പിന്നെ ചില കാര്യങ്ങൾ എനിക്കറിയാം. പക്ഷേ ഷിയാസിനെ കളമശ്ശേരി കൊണ്ടുവന്നിട്ടാൽ, പ്രത്യേകിച്ച് മന്ത്രി രാജീവിൻ്റെ ഒന്നിനും കൊള്ളാത്തൊരു മന്ത്രി, എന്താ ചെയ്യുന്നത് പറയുന്നത് മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല. ഇവൻ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്ന, ഫ്രഞ്ച് ഭാഷയിലാണോ സംസ്കൃതത്തിലാണോ ഏത് ഹീബ്രു ഭാഷയിലാണോ സംസാരിക്കുന്നതെന്ന് പോലും മനസ്സിലാവില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒന്നിനും കൊള്ളില്ല. എന്താ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്, വ്യവസായ വകുപ്പിനെ കൊളാക്കി പൈസ ഉണ്ടാക്കാൻ. അതെ ഇത്തരം വിഷയങ്ങൾക്കൊക്കെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ ചുക്കിനും ചുണ്ടാമ്പിനും കൊള്ളാത്ത ആൾക്കാരാണെന്നുള്ളത് ബുദ്ധി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. രാജ്യസഭയിൽ പോയപ്പോൾ നല്ല രാജ്യസഭാംഗമായിരുന്നു, അതിലൊന്നും സംശയമൊന്നുമില്ല, രാജ്യസഭാംഗമായിരുന്നു. കാരണം കാര്യങ്ങൾ പിന്നെ ചോദിക്കാനും പറയാനും ഒക്കെ അറിയാം, നന്നായിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ പറ്റും, പ്രസൻറ്റേഷൻ സ്കില്ലുണ്ട്. പക്ഷേ മന്ത്രി എന്ന രീതിയിൽ 100% പരാജയമായിട്ടുള്ള മന്ത്രിമാരുടെ കൂട്ടത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആർ ബിന്ദു, വീണ ജോർജ്, പിന്നെ ശിവൻകുട്ടിയണ്ണൻ അങ്ങനെ കഴിവട്ട മന്ത്രിയൊന്നുമല്ല. പറയുമ്പോൾ ടങ് സ്ലിപ്പ് ഉണ്ടാവുന്നതേ ഉള്ളൂ. പുള്ളിയെ കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, വകുപ്പൊക്കെ കുഴപ്പമില്ലാതെ കൊണ്ട് നടക്കുന്നുണ്ട്, അതിൽ സംശയമൊന്നുമില്ല. മുഹമ്മദ് റിയാസ് ഈ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും മോശപ്പെട്ട മന്ത്രിമാരെ പിന്നെ മന്ത്രി ആരാണ് എന്ന ഒരു മത്സരം വെച്ചാൽ ആ മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിലൂടെ കപ്പടിക്കാൻ മുൻതൂക്കം കിട്ടുന്ന ഒരു മന്ത്രിയാണ് പി രാജീവ്. അതുകൊണ്ട് തന്നെ പി രാജീവ് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ മത്സരത്തിൽ ഏറെ പിന്നോക്കം പോകാൻ സാധ്യതയുണ്ട്. അവിടെ മത്സരിച്ച് കപ്പടിച്ചു മുഹമ്മദ് ഷിയാസ് അവിടെ നിന്നാൽ മുഹമ്മദ് ഷിയാസ് ജയിക്കും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹൈബി ഈഡന് ഒരു ഹിസ്റ്റോറിക്കൽ ലീഡ് കൊടുത്തിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നും തന്നെയാണ് കളമശ്ശേരി, KJ ഷൈനെ കൊണ്ട് നിർത്തിയിട്ടും. അപ്പം രാജീവിന് ഷിയാസ് വന്നു കഴിഞ്ഞാൽ ഒരു സാധ്യത വളരെ കുറവുള്ള അവസ്ഥയിലേക്ക് എത്തും. പിന്നെ അവിടെ BJP BDJS ആണ് കഴിഞ്ഞ തവണ മത്സരിച്ചത്. പക്ഷേ BJP മത്സരിച്ചാലും BDJS മത്സരിച്ചാലും ഒന്നും കാര്യമായ ഒരു പിന്നെ ഓളം സൃഷ്ടിക്കാൻ കഴിയില്ല. മുസ്ലിം വോട്ടുകൾ വളരെ നിർണായകമാണ്. അങ്ങനെ കളമശ്ശേരിയിലെ സ്ഫോടനം ഉൾപ്പെടെയുള്ള സംഭവങ്ങളൊക്കെ എങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും രാജീവും ഷിയാസും തമ്മിലുള്ള മത്സരത്തിൽ ഞാനൊരു മുൻതൂക്കം കാണുന്നത് ഷിയാസിനാണ്.